ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഗോവയിൽ നിന്ന് ഒരു ദിവസം എനിക്കൊരു ജോലിക്കിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഞാൻ നേരെ ഒരു രാത്രി കൊണ്ട് മുംബൈ വരെ ഒന്ന് പോയി. കുറേയായി മുംബൈ പോകണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ദിവസം പോയതാണ്. അങ്ങനെ ഞാൻ രാവിലെ മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. ഈ കാണുന്നതാണ് CST റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആസ്ഥാനമായി കരുതി വിദേശികൾ നിർമ്മിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ. പഴയ കാലത്ത് മുംബൈ ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിർമ്മിച്ചത്. ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ചക്രവർത്തിയായ വിക്ടോറിയ രാജ്ഞിയുടെ പേരിൽ വിക്ടോറിയൻ ടെർമിനസ് എന്ന പേരിലാണ് ആദ്യം ഈ റെയിൽവേ സ്റ്റേഷൻ നാമകരണം ചെയ്യപ്പെട്ടത്. 1878 ഇതിൻ്റെ ജോലി ആരംഭിച്ചത്. 10 വർഷം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിമനോഹരമായ ഇറ്റാലിയൻ ഗോതിക് ശൈലിയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടാക്സിക്കാരൊക്കെ മുംബൈ ദർശൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും. ഒരു ദിവസം മൊത്തം മുംബൈ കറക്കി കൊണ്ടുവരുന്ന ഒരു ട്രിപ്പാണ്. ഞാൻ ആദ്യം തന്നെ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ടാണ്. ആ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ ഭാഗത്തേക്ക് എല്ലാവരെയും ചെക്ക് ചെയ്തതിന് ശേഷമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. 1911 ഡിസംബർ 2 ഇത് നിർമ്മിച്ചത്. 1920 ഈ ഇന്ത്യ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഞാനിവിടെ വരുമ്പോൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എന്തൊക്കെയോ പുനർനിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. 2008 ഭീകരാക്രമണം നടന്ന താജ് ഹോട്ടലാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണണമെന്ന് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് എനിക്കൊരു സാഹചര്യം ഉണ്ടായത്. ഈ ഭാഗമൊക്കെ ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബസ് കയറിയിട്ട് നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് പോയത്. അപ്പോഴേക്കും തന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞായിരുന്നു. നമുക്ക് ഈ യാത്രയിൽ പണ്ടുകാലത്ത് വിദേശികൾ നിർമ്മിച്ചിട്ടുള്ള പല പല കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഏതൊരു സിനിമ ചിത്രീകരിച്ചാലും ഈ മറൈൻ ഡ്രൈവ് ഒക്കെ വരാറുണ്ട്. ഇവിടുത്തെ രാത്രി ദൃശ്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ വരുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഈ മറൈൻ ഡ്രൈവിലുണ്ടായിരുന്നു. സൂര്യാസ്തമയം കാണാനായിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ ഇരുന്ന് സൂര്യാസ്തമയം കാണാനായിട്ട്. അങ്ങനെ ഞാനിവിടെ ഒരു 2 മണിക്കൂറോളം ഈ മറൈൻ ഡ്രൈവിൽ ഞാൻ ചിലവഴിച്ചു. കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ അധിക ദൂരമൊന്നും നടന്നില്ല. ഒന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു കാഴ്ച എന്താണ് എന്നറിയാനായിട്ട് ഒരു 7 മണി 7:30 വരെയൊക്കെ ഞാൻ അവിടെ നിന്നു. അതിന് ശേഷമാണ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. ഭംഗിയാണെന്ന് നോക്കൂ, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ.
ഓരോ കെട്ടിടങ്ങളിൽ ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടം പോലെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സമയം കിട്ടിയാലൊന്ന് പോയി കാണണം. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് CST റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് ഫുള്ള് ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല മനോഹരമായ കാഴ്ചയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ നഗരസഭ ഓഫീസാണ്. അതുപോലെ ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു സബ്വേ ഒക്കെ ഉണ്ട്. ആ സബ്വേ കൂടിയാണ് നമ്മൾ ഇതിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. ഈ സബ്വേക്കകത്ത് നല്ല തിരക്കായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേയധികം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്കാണ് എത്തുക. അവിടുത്തെ തൂണൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് കാണും. ഇത്ര മനോഹരമായിട്ടാണ് അന്നത്തെ കാലത്ത് അവരത് നിർമ്മിച്ചേക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോമിലൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഭയങ്കര രസമാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് തിരിച്ച് വീണ്ടും ഗോവയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ കാഴ്ചയുമായി വീണ്ടും കാണാം. താങ്ക്